ഹലോ, നമ്മൾ അടുത്തത് പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഫിക്സ്ഡ് ബീമാണ്. ഫിക്സ്ഡ് ബീമിൻ്റെ 3 മീറ്റർ സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫിക്സ്ഡ് ബീമിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റത്തെ 3 മീറ്റർ വരെ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഐ ആണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 2i ആയി. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ക്രോസ് സെക്ഷൻ വാരി ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രോസ് സെക്ഷൻ വാരി ഇതിൻ്റെ കേസിൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഫിക്സ്ഡ് ബീമാണ്. ഇതിൻ്റെ കേസിൽ കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി 0 ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഫിക്സിറ്റി ആണ്, ഇവിടെ കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി ഇല്ല. ഈ എൻഡും സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്. സോ അവിടെയും കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി ഇല്ല. 0 ആണ് കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി. dk = 0 ആണെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ dkൻ്റെ വാല്യൂ 0 എന്ന് പറയുന്നത് തെറ്റാണ് ഈ ഒരു കേസിൽ. അതായത് കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി ഇവിടെ 0 അല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഇങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി എങ്ങനെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിൽ ചേഞ്ച് ഉള്ളതുകൊണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള എന്താണ് നമ്മൾ എടുക്കേണ്ടത്? അവിടെയുള്ള റിയാക്ഷൻ, അതായത് അവിടെയുള്ള മൊമെൻറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കുക? അതിൻ്റെ ഒരു കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് അവിടെയുള്ള ആ ഒരു പോയിന്റിൽ വരുന്ന റിയാക്ഷൻ ഏതാണോ ആ റിയാക്ഷൻ അല്ലെങ്കിൽ അവിടെ വരുന്ന മൊമെൻറ്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതൊന്നും ഉണ്ടാവും, ഒരു മൊമെൻ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താണ് അവിടെയുള്ള അവിടെയുള്ള റിയാക്ഷനും അതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷനും നമ്മൾ കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ കേസാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ബീം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിക്കേൻ്റെ വാല്യൂ = 2 ആയിരിക്കും. ഏതൊക്കെയായിരിക്കും 2 എന്ന് പറയുന്നത്? ആ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിലുള്ള റൊട്ടേഷനും ഉണ്ടാവും. പിന്നെ അവിടെ ഒരു എക്സ്റ്റേണൽ ലോഡ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ റിയാക്ഷനെ ആ വെർട്ടിക്കൽ റിയാക്ഷനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒരു സ്പെഷ്യൽ കേസാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ ഡിക്കേൻ്റെ വാല്യൂ 2 എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. സോ അവിടെയുള്ള റിയാക്ഷൻ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് dk ആയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ അവിടെയുള്ള വെർട്ടിക്കൽ റിയാക്ഷനും അങ്ങനെ 2 വരും. ഓക്കെ, പിന്നെ അടുത്തത് അങ്ങനെ അതാണ് നമുക്ക് ഇവിടെ ഡിക്കേൻ്റെ വാല്യൂ 2 എന്ന് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എലിമെൻറ്റ് കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു 2 സ്പാൻ ആയിട്ടുള്ള ഒരു 2 മെമ്പറായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഒരു 3 മീറ്റർ വരെയുള്ള ഒരു മെമ്പറും 4 മീറ്ററിലുള്ള വേറൊരു മെമ്പറായി എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 മീറ്റർ വരെയുള്ള മെമ്പറിൻ്റെ കേസിൽ അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ് അടുത്ത മെമ്പറിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഗ്ലോബൽ കോർഡിനേറ്റ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞാണ് ഒരു വട്ടം ഫസ്റ്റ് വീഡിയോയിൽ. സോ ഗ്ലോബൽ കോർഡിനേറ്റ് ദെൻ R1 R2 R3 എന്ന് പറഞ്ഞിട്ട് ദെൻ സിസ്റ്റം കോർഡിനേറ്റ് പറഞ്ഞു. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിലെ റൊട്ടേഷനും അവിടെ എക്സ്റ്റേണൽ ലോഡ് ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ അവിടെയുള്ള ആ റിയാക്ഷനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് ഇവിടെയുള്ള റിയാക്ഷൻ R3 ആൻഡ് R4 ആണ് സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ്. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ മെമ്പറിൻ്റെ കേസിൽ നോക്കുക, ഇതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റത്തെ മെമ്പറിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ് 1 കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്തിട്ടില്ല. സോ ബൗണ്ടറി കണ്ടീഷൻ വരുന്നത് എന്തായിരിക്കും? 0 1 കറസ്പോണ്ടിങ് ആയിട്ട്, 2 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടില്ല. സോ അത് 0. ദെൻ 3 കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് നോക്കുക. 3 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ എടുത്തത്? R3. സോ R3 വരും. ദെൻ 4 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുത്തത് R4. സോ R4 വരും ഫസ്റ്റ് മെമ്പർ. ഇനി സെക്കൻഡ് മെമ്പർ നോക്കുക. സെക്കൻഡ് മെമ്പറിൽ ഫസ്റ്റത്തെ റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് R3. ദെൻ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് R4. ദെൻ എലിമെൻറ്റ് കോർഡിനേറ്റ് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. സോ 0. ആ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. സോ അതും 0. അപ്പോൾ ഫസ്റ്റ് മെമ്പറിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ 0 0 R3 R4. സെക്കൻഡ് R3 R4 0 0 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് 0, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 0 R3 R4 0 0. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ലോക്കൽ മെട്രിക്സ് ചെയ്താൽ KG1 മെട്രിക്സും KG2 മെട്രിക്സ് ചെയ്തു. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് EI/L3. EI എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ I തന്നെയാണ് I. സെക്കൻഡ് കേസ് KG2 എഴുതുമ്പോൾ EI × 2 വരും. 2 EI വരും. ഓക്കെ, അങ്ങനെ ആ മെട്രിക്സ് ഫോം ചെയ്യുക. എന്നിട്ട് KG1 KG2 മെട്രിക്സ് ചെയ്തു. ദെൻ അതിനകത്ത് നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. 0 വരുന്ന റോവും കോളവും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള റോവും കോളും ഇവിടെ വെക്കുക. അപ്പോൾ KG1 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫസ്റ്റത്തെ റോ കട്ടാവും, സെക്കൻഡ് റോ കട്ടാവും, കോളം കട്ടാവും, ഫസ്റ്റ് കോളം കട്ടാവും. ദെൻ സെക്കൻഡ്
ഫസ്റ്റ് കോളവും ഇവിടെയും അതുപോലെ തന്നെ ഫസ്റ്റത്തെ കോളവും റോവും കട്ടാവും, ഫസ്റ്റത്തെ കോളവും സെക്കൻഡ് കോളവും കട്ടാവും, ഫസ്റ്റ് റോവും സെക്കൻഡ് റോവും കട്ടാവും. ഓക്കെ, ബാക്കി വരുന്ന എലിമെൻറ്റ്സ് ഇത്രയാണ്. ഇനി സെക്കൻഡ് മെട്രിക്സിൻ്റെ അകത്ത് 0 വരുന്നത് 3 and 4 അപ്പോൾ 3ഉം 4ഉം കട്ടാവും, ഇവിടെയും 3ഉം 4ഉം കട്ടാവും. തേർഡ് കോളം തേർഡ് റോ, ഫോർത്ത് കോളവും ഫോർത്ത് റോവും കട്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ മെട്രിക്സിൻ്റെ പുറമെ ആ വാല്യൂ ആണെങ്കിൽ R3 ആ ബൗണ്ടറി കണ്ടീഷൻ അവിടെ എഴുതി വെക്കുക. കോളത്തിനും റോക്കും ബൗണ്ടറി കണ്ടീഷൻസ് അവിടെ അപ്ലൈ ചെയ്ത് വെക്കുക. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് 0 വരുന്നതിനൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം, മീൻസ് അവിടെ സ്ട്രൈക്ക് ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങൾ കോളം വരച്ചിട്ട് ഒരു 2x2 ആണല്ലോ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിപെൻഡൻസ്. 2x2 മെട്രിക്സ് ആയിരിക്കും K മെട്രിക്സ് വരുന്നത്. സോ R3 R4 ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് R3 R4 എന്ന് എഴുതിയിട്ട് ഓരോ മെട്രിക്സിനകത്തും കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് നോക്കുക അതെടുത്ത് എഴുതുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തേനകത്ത് R3 എന്ന് പറയുന്ന കോളത്തിലും R3 എന്ന് പറയുന്ന റോയിലും വരുന്ന എലിമെൻറ്റ് നോക്കുക. R3 എന്ന് പറയുന്ന കോളവും R3 എന്ന് പറയുന്ന റോയും. അപ്പോൾ R3 വരുന്നത് KG1 മെട്രിക്സിൻ്റെ അകത്ത് എന്ത് വരും? R3 12 വരും. 12 × EI/27 ഉണ്ട്. ഓക്കെ, അപ്പോൾ EI കോമൺ ആണ്, ഇവിടെ EI/32 ആണുള്ളത്. അപ്പോൾ 12/27 വരും. അങ്ങനെ ഇവിടെ ഇവിടെ അങ്ങനെയാണ് 12/27 വന്നത്. ദെൻ എന്ത് വരും? ഫസ്റ്റ് ഇതിൻ്റെ കേസിൽ 12 തന്നെ വരും, 12/32 വരും. ഓക്കെ, ദെൻ R3/R4 നോക്കുക. സെക്കൻഡ് കേസിൽ 24/32 മൈനസ് ആണ്, ഫസ്റ്റ് കേസിൽ 18/27 വരും. ദെൻ R4/R3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ 64 ആണ്, അല്ല R4/R3 ഫസ്റ്റ് കേസിൽ 24 ആണ്. സോ -20 മൈനസ് ആണ്, -24/32. സെക്കൻഡ് കേസിൽ അല്ല ഫസ്റ്റ് കേസിൽ 18/27, സെക്കൻഡ് കേസിൽ -24/32. ഇനി R4/R4 ഫസ്റ്റ് കേസിൽ 36/27, സെക്കൻഡ് കേസിൽ 64, സോ 64/32 വരും. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടുക. K മെട്രിക്സ് കിട്ടുക സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വാലന്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കലാണ്. അടുത്ത സ്റ്റെപ്പ് ഇക്വാലന്റ് ജോയിൻ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇക്വാലന്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. R എന്ന് പറയുന്നത് K ഇൻവേഴ്സ് ഇൻറ്റു ക്യാപിറ്റൽ R, അതിനുശേഷം Q കണ്ടുപിടിക്കുക, ദെൻ Q1 ഡാഷ്, അതിനുശേഷം Q2, അതിനുശേഷം Q2 കണ്ടുപിടിക്കുക, Q2 ഡാഷ് കണ്ടുപിടിക്കുക. ദെൻ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇക്വാലന്റ് ജോയിൻ ലോഡ് വരക്കുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇക്വാലന്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കാനില്ല, കാരണം ഇവിടെ മെമ്പറിൽ ഫോഴ്സ് ഒന്നുമില്ല. ആകെയുള്ളത് ആ ജോയിൻറ്റിൽ 3 മീറ്റർ ജോയിനിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷനാണ് 15 കിലോന്യൂട്ടൺ. അത് ഡൗൺവേർഡ് ആണ്. സോ നമ്മൾ ഇവിടെ എടുത്ത എലിമെൻറ്റ് കോർഡിനേറ്റ് അപ്വേർഡ് ആണ്. സോ എന്ത് വരും? -15 വരും. ഓക്കെ, -15 0 എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ -15 മൊമെൻ്റ് ഇല്ല, 0 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കുക, എളുപ്പമാണ്, പറയാനൊന്നുമില്ല, പെട്ടെന്ന് ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു പ്രോബ്ലം നിങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ കേസിൽ ഡിക്കേൻ്റെ വാല്യൂ 2 വരും. ബൗണ്ടറി കണ്ടീഷൻ ഏതെന്ന് മാത്രമേ ഒരു ഡൗട്ട് വരാനുള്ളൂ. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ DK 2 ആണ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് സപ്പോർട്ടിലെ മൊമെൻ്റ് ആണ് നമ്മൾ DK ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എലിമെൻറ്റ് എഴുതുമ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എഴുതുമ്പോൾ ഫസ്റ്റത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് 0, സെക്കൻഡും 0, തേർഡ് 0, ഫോർത്തിന് നമ്മൾ R4 എന്ന് കൊടുക്കുക. ദെൻ സെക്കൻഡ് എലിമെൻറ്റ് വരുമ്പോൾ ഫസ്റ്റത്തത് 0, സെക്കൻഡ് R4, തേർഡ് 0, ഫോർത്ത് 1 R6. ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ വരിക. എന്നിട്ട് ഇത് മെട്രിക്സിൽ അപ്ലൈ ചെയ്യുക. 0 വരുന്ന മെട്രിക്സ് റോവും കോളവും കട്ട് ചെയ്ത് പോവുക. എന്നിട്ട് K മെട്രിക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അതേ ചെയ്യാനുള്ളൂ. ഇതിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കട്ടോ ഈ പ്രോബ്ലം. ഇനി അടുത്തത് ഒരു ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ കേസാണ്. ഓവർ ഹാങ്ങിങ് ബീം നമ്മൾ നേരം ചെയ്ത അതേ പ്രോബ്ലം, സെയിം അതേ മെത്തേഡ് തന്നെ. നമ്മൾ ഓവർ ഹാങ്ങിങ്ങിന് എന്താ ചെയ്യേണ്ടത്? ഓവർ ഹാങ്ങിങ് പോർഷൻ നമ്മൾ അവിടെയുള്ള ലോഡിനെ നമ്മൾ മൊമെൻ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ പോർഷൻ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മളിവിടെ AB, BC, CD എന്ന് 3 സ്പാൻ ഉണ്ടെങ്കിൽ നമ്മൾ AB ആൻഡ് BC എന്ന് പറഞ്ഞ 2 സ്പാൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. CD എന്ന് പറഞ്ഞ സ്പാൻ ഒരു ഓവർ ഹാങ്ങിങ് സ്പാനാണ്. അവിടെയുള്ള റിയാക്ഷൻ മൊമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പം നമ്മൾ ബാക്കി സ്റ്റെപ്പൊക്കെ സെയിം ആണ്. ഡിക്കേൻ്റെ വാല്യൂ 2 കിട്ടും. ഇവിടെ 0 ആണ്, ഇത് 1, അങ്ങനെ 2 കിട്ടും. ബൗണ്ടറി കണ്ടീഷൻസ് ചെയ്ത് അത് KG മെട്രിക്സിൽ അപ്ലൈ ചെയ്യുക. K മെട്രിക്സ് കണ്ടുപിടിക്കുക. ഇനി അതിനുശേഷം ഈക്വാലന്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക?
15 എന്ന് പറയുന്നത് ഈ സ്പാൻ നോക്കുക, 15x4 ആണ് അവിടെയുള്ള മൊമെൻറ്റ് വരിക. 15x4 ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 60 വരും. സോ ഇവിടെ റിസൾട്ടൻ്റ് എഴുതുമ്പം ഇവിടെ 4ഉം ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 6ഉം, ക്ലോക്ക് വൈസിൽ 4ഉം ആൻറ്റി ക്ലോക്ക് വൈസിൽ 60ഉം. സോ ആൻറ്റി ക്ലോക്ക് വൈസിൽ 56 വരും റിസൾട്ടൻ്റ്. അപ്പോൾ ഇക്വാലൻ ജോയിനോട് ക്ലോക്ക് വൈസിൽ 56 വരും. അത്രേ ഡിഫറൻസ് ഉള്ളൂ, ഇവിടെ വേറെ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ്, അതേ ഇവിടെയുള്ള ചേഞ്ച് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ആർ മെട്രിക്സ് കണ്ടുപിടിക്കാം. ദെൻ അതിനുശേഷം നമ്മൾ ക്യൂ മെട്രിക്സ് കണ്ടുപിടിക്കാം. ദെൻ Q2 മെട്രിക്സും കണ്ടുപിടിക്കും. Q2 മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ ആർ മെട്രിക്സ്, ദെൻ ക്യൂ മെട്രിക്സ് ആൻഡ് Q2 മെട്രിക്സും കണ്ടുപിടിക്കാം. ഓക്കെ, Q2 ദെൻ Q1 ഡാഷ് ആൻഡ് Q2 ഡാഷ് കണ്ടുപിടിക്കും. അതാണ് ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കുക. ഇവിടെ ഡിഫറൻസ് എന്ന് പറയാൻ ഇവിടെ ഒരു ആക്ട് ചെയ്യുന്ന മൊമെൻ്റാണ് സ്പാൻ എ ബിയിൽ ആക്ട് ചെയ്യുന്നത്. അതേ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ മൊമെൻ്റ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇക്വാലൻ ജോയിൻ ലോഡ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഫോർമുല. ഒരു എക്സെൻട്രിക് മൊമെൻ്റാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇക്വാലൻ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റും ഫിക്സ്ഡ് എൻഡ് റിയാക്ഷനും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഫോർമുല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ പ്രോബ്ലം കൂടി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് വളരെ എളുപ്പമാണ്. ഡയറക്റ്റ് സ്റ്റിഫ്നെസ് വെച്ചിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആ ബൗണ്ടറി കണ്ടീഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അത് വെച്ച് കട്ട് ചെയ്ത് പോയി കെ മെട്രിക്സ് ഫോം ചെയ്യുക, ആർ കണ്ടുപിടിക്കുക, ക്യൂ കണ്ടുപിടിക്കുക, Q1 Q2 കണ്ടുപിടിക്കുക. 2 മെമ്പറാണെങ്കിൽ Q1 ഡാഷ് ആൻഡ് Q2 ഡാഷ് കണ്ടുപിടിക്കുക. പെട്ടെന്ന് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാനും കറക്റ്റ് ആൻസർ തെറ്റിപ്പോവാതെ ആൻസർ ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു മൊഡ്യൂളാട്ടോ ഇത്. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അറിയാമല്ലോ, ഇതിൽ 20% ആണ് ഫിഫ്ത്ത് മൊഡ്യൂൾ. അപ്പോൾ ഒരു 15 മാർക്സിന് എന്തായാലും ഈ ഒരു പ്രോബ്ലം എന്തായാലും പ്രതീക്ഷിക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണെങ്കിൽ ഭാഗ്യമാണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യുക, 15 മാർക്ക്. അപ്പോൾ എല്ലാവരും ഇത് വിടാതെ പഠിക്കുക, ഡയറക്റ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന മൊഡ്യൂൾ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒരു 3 പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട്, ഈ 4 പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബീം അനാലിസിസ് കഴിഞ്ഞു. നമുക്ക് ഫ്രെയിം അനാലിസിസ് ആണ്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം.